പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. യാക്കോബ് 1:15 ഇപ്രകാരം പറയുകയാണ്: ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. ദുർമോഹം യഥാർത്ഥത്തിൽ ജഡീക പാപങ്ങളെല്ലാം ഉടലെടുക്കുന്നത് ജഡമോഹത്തിൽ നിന്നാണ്. ജഡമോഹം എല്ലാ ജഡിക പാപങ്ങളുടെയും മൂലപാപവും ഈ മോഹമാണ്. സഭ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മൂലപാപങ്ങളെക്കുറിച്ച്, മോഹത്തെക്കുറിച്ചും അതുപോലെ തന്നെ കൊതിയെക്കുറിച്ചും അഹങ്കാരത്തെക്കുറിച്ചും. ഇതെല്ലാം ഈ മൂലപാപങ്ങളിൽ പെട്ടതാണെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുസഭയിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു മനുഷ്യനിൽ കുടികൊള്ളുന്ന മൂലപാപത്തിൻ്റെ ഒരു മേഖല തന്നെയാണ് മോഹം. ആ മോഹം വളർന്നു കഴിയുമ്പോൾ അത് ദുർമോഹമായിട്ട് മാറ്റപ്പെടുന്നു. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ ഇങ്ങനെ പറഞ്ഞത്: ദുർമോഹം ഗർഭം ധരിക്കുന്നു. ഒരു വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്ത്രീയുമായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ചുള്ള ആഗ്രഹം ഉണ്ടാകുകയും അത് പിന്നെ വളർന്നു വന്ന് അവളെ സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടം, അവസാനം അത് ബലാത്സംഗമാകാം, പല മേഖലകളിലേക്കും ആകാം. അപ്പം ജഡീക പാപം ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നതിൻ്റെ കാരണം അവൻ്റെ ജഡത്തിൽ ഇതുണ്ട്. ഈ ഒരു തിന്മ അവൻ്റെ ജഡത്തിൽ കുടികൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പൗലോസ് ശ്ലീഹായുടെ പരിശുദ്ധാത്മാവ് റോമ 8:12 ഇങ്ങനെ പറഞ്ഞത്: ജഡത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും, അല്ലെങ്കിൽ നിങ്ങൾ മരിക്കും. ജഡത്തിൻ്റെ പ്രവണത, ആ ജഡത്തിൻ്റെ പ്രവണത നമ്മളിൽ കൂടുതലാകുമ്പോഴാണ്, അതിനെ അതിജീവിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ബ്ലൂ ഫിലിംസുകൾ, നീലച്ചിത്രങ്ങളൊക്കെ കാണാൻ പോകുന്നതും മറ്റുള്ളവരുടെ നഗ്നത കണ്ട് ആസ്വദിക്കാനൊക്കെ പോകുന്നതിൻ്റെ പിന്നിലെ രഹസ്യം ഉള്ളിൽ കിടക്കുന്ന മോഹമാണ്. നമുക്ക് കാണുവാൻ സാധിക്കും, ദാവീദ് രാജാവ് കൊട്ടാരത്തിലൂടെ ഉല്ലാത്തി നടക്കുന്ന സമയത്ത് ഊറിയയുടെ ഭാര്യ ദൂരെ നിന്ന് കുളിക്കുന്നത് പുള്ളി കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ളിലൊരു മോഹം തോന്നി, അവളോടൊരു മോഹം. ആ മോഹം അവളുടെ ശരീരം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു മോഹമായി മാറി. ആ മോഹത്തിൽ നിന്ന് ദുർമോഹത്തിലേക്ക് പ്രവേശിച്ചു. അവളെ രാജകൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. ആ രാജകൊട്ടാരത്തിൽ വെച്ച് അവളുമായിട്ട് ശാരീരികമായ ബന്ധത്തിലേർപ്പെടുന്നു, അവളെ ഉപയോഗിക്കുന്നു. അന്യൻ്റെ ഭാര്യയെ മോഹിച്ചു, അവളുമായിട്ട് ബന്ധത്തിലേർപ്പെടുന്നു. ആ പാപത്തിൻ്റെ പരിണിതഫലമായിട്ടൊരു കുട്ടി ജനിക്കുന്നു. ആ കുട്ടി മരിച്ചു പോകുന്നു. അവസാനം നാത്താം പ്രവാചകൻ ദാവീദ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് വരുന്നു. പ്രവാചകൻ ഈ കാര്യങ്ങളെക്കുറിച്ച് രാജാവിനോട് പറയുമ്പോൾ ആ മനുഷ്യൻ നീ തന്നെയാണെന്ന് പറയുന്നു. ഈ പറയപ്പെട്ട ദാവീദ് മാനസാന്തരപ്പെടുന്നു. ഒരു മോഹം, ഒരു സ്ത്രീയോടുള്ള മോഹം. ആ സ്ത്രീയോടുള്ള മോഹത്തിൻ്റെ പരിണതഫലമായിട്ട് ദാവീദിൻ്റെ തലമുറയ്ക്ക് പോലും ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടു എന്ന് ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. സാമുവേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. 2 സാമുവേൽ വായിച്ചാൽ മതി. 12-ാം അധ്യായവും ഒക്കെ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. ഇതിൻ്റെയൊക്കെ പരിണത ഫലമായിട്ട് അത് അനുഗ്രഹം. അവൻ അനുദപിച്ച് അവൻ രക്ഷപ്പെട്ടു. പക്ഷേ അവൻ്റെ തലമുറയിലേക്ക് പോലും ദൈവത്തിൻ്റെ കൃപ അവിടെ നഷ്ടപ്പെട്ടു, ബ്ലോക്കായിപ്പോയി. അനുഗ്രഹത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെട്ടു. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാണ്: ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ഇത് ഒരു വ്യക്തിയിൽ മാത്രം ഉൾക്കൊള്ളുന്നതല്ല. നമ്മുടെ സമൂഹത്തിൽ നിന്ന്, സാമൂഹ്യമായ പശ്ചാത്തലത്തിൽ ഇതൊന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്.
സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയോ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ TV ചാനൽ കാണുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, എല്ലാവരും ചാനൽ കാണുന്നുണ്ട്. അപ്പോൾ അവർ ധരിക്കുന്ന ചില വസ്ത്രങ്ങളൊക്കെ കാണും. അപ്പോൾ അങ്ങനെ ഒരു വസ്ത്രം വാങ്ങിച്ച് എനിക്ക് ധരിക്കാനും ആഗ്രഹം തോന്നും. പക്ഷേ അവർ ആ ചാനലിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മാത്രമേ ആ വസ്ത്രം ധരിക്കാറുള്ളൂ. ശരീരത്തിലുള്ള ഒരു സ്ത്രീയുടെ പാർട്സുകളൊക്കെ കാണത്തക്ക രൂപത്തിലുള്ള വസ്ത്രമായിരിക്കാം, പക്ഷേ അവർ ആ മേഖലയിൽ മാത്രമേ ധരിക്കുകയുള്ളൂ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർ വീട്ടിൽ ചെല്ലുമ്പോൾ ആ സൈസ് ധരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ഇത് കാണുന്ന വ്യക്തികളിൽ മോഹം തോന്നും, എനിക്കും അതുപോലെ ഒരെണ്ണം നടണം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലുള്ള പല കുടുംബങ്ങളിലെയും പെൺകുട്ടികളും നിക്കർ വരെ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി. ശരീരം പ്രദർശിപ്പിക്കുന്ന ഒരവസ്ഥ, അവരുടെ നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട്, സ്വന്തം ശരീരത്തിൻ്റെ നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് സമൂഹം മാറ്റപ്പെട്ടു. ആ വ്യക്തിയുടെ ഉള്ളിൽ കൊടുക്കുന്ന ഒരു ജഡിക പാപത്തിൻ്റെ പരിണിതഫലമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ കണ്ടു അത് ജീവിതത്തിൽ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം, ദുരാഗ്രഹം, അതൊരു മോഹം, ദുർമോഹമായി മാറ്റപ്പെടുന്നു. ഒരു സ്ത്രീ പോകുന്നത് നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ, നമ്മുടെ കേരളത്തിലൊക്കെ പല മേഖലകളിലൊക്കെ ഈ ബലാത്സംഗമൊക്കെ നടക്കുന്നതിൻ്റെയൊക്കെ പിന്നിൽ ഒരു രഹസ്യം ഇത് തന്നെയാണ്. കണ്ടുന്നു, അത് മോഹിക്കുന്നു, അത് ദുർമോഹമായി മാറ്റപ്പെടുന്നു, അത് കടന്നുപിടുത്തമായി മാറ്റപ്പെടുന്നു, അത് നാശത്തിലേക്ക് എത്തുന്നു. നമുക്ക് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ച് നമ്മുടെ ജഡത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിച്ചാൽ നിങ്ങൾ ജീവിക്കുമെന്ന വചനം റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 12-ാം തിരുവചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു എന്നരളിച്ചത് കർത്താവേ, ഞങ്ങളിൽ കുടികൊള്ളുന്ന, ഞങ്ങളുടെ ജഡത്തിൽ കുടികൊള്ളുന്ന മോഹപാപങ്ങൾ, ജഡികമായ പാപങ്ങൾ അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയാൽ നിർവീര്യമാക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങ് വസിക്കുന്ന അങ്ങയുടെ ആലയം അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. ഈ ആലയത്തിൽ കുടികൊള്ളുന്ന, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആലയത്തിൽ കുടികൊള്ളുന്ന തിന്മയുടെ സ്വാധീനത്തെ അവിടുന്ന് പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്ത് ഞങ്ങളെ വിശുദ്ധീകരിച്ച് അങ്ങയുടെ സ്വന്തമാക്കി അവിടുന്ന് മാറ്റണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.